നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇന്ന് മൂലം ദിനത്തിൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എന്നാലും പറയുകയാണ്. നമ്മൾ പടവലങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും കൂടി എങ്ങനെയാണ് തോരൻ വെക്കണതെന്ന് നമുക്ക് നോക്കാം. അതാണ് എന്തായാലും അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വിഭവത്തിലേക്ക് എടുക്കാം. നമ്മളിന്നിവിടെ പടവലങ്ങയും ക്യാരറ്റും കൂടി എങ്ങനെയാണ് തോരൻ വെക്കണതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 ചെറിയ പടവലങ്ങ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ക്യാരറ്റ്, വലിയ ക്യാരറ്റ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നാളികേരം നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട്. പച്ചമുളകുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ജീരകം, അത് അരയ്ക്കാനാണ്. അരയ്ക്കാനല്ല, നമ്മളൊന്ന് ചതച്ചെടുത്താൽ മതി നമുക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കടുക്, അതുപോലെ കൊല്ലമുളക്, അതുപോലെ നമ്മൾ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്തിരി ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ, അതുപോലെ മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഉപ്പ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ ജീരകവും അതുപോലെ ചിരകി വെച്ച നാളികേരം നമുക്കിടാം. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ആദ്യമായിട്ട്. എന്നിട്ട് നമുക്കൊരു അടുപ്പത്തൊരു പാൻ വെച്ച് അതിൽ നമുക്ക് പടവലങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും വേവിക്കാൻ നമുക്ക് പാൻ അടുപ്പത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇടാം. ഇനി നമുക്ക് കടുക് നന്നായിട്ട് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് നമുക്ക് കൊല്ലമുളക് എടുത്തിടാം. ഒന്നുകൂടി നമുക്ക് ഇളക്കാം. നന്നായിട്ട് കടുക് പൊട്ടി കഴിഞ്ഞിട്ടാവാം കൊല്ലമുളക് ഇടല്. ഇനി നമുക്ക് അതിലേക്ക് കൊല്ലമുളക് എടുത്തിടാം. നമുക്ക് കൊല്ലമുളക് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കരിവേപ്പില ഇടാം. അതിലേക്ക് കരിവേപ്പില ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി നമുക്കിടാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം. ഇത് ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം, ആവശ്യത്തിന് ഉപ്പിടാം. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിന്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. എല്ലാം യോജിച്ച് വരണം നമുക്ക്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കളറൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ, കളർ മാറി ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ പടവലങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും നമുക്കിടാം. നമുക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് അതിലേക്കിടാം. അതുപോലെ തന്നെ നമുക്ക് പടവലങ്ങ ഇടാം. ഇനി നമുക്ക് അതിലേക്ക് പടവലങ്ങ എടുത്തിടാം. എന്നിട്ട് ലേശം വെള്ളം നമുക്ക് ഒഴിക്കാം. നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് ലേശം വെള്ളം ഒഴിക്കാം നമുക്ക്. ഇനി നമുക്ക് അതിലേക്ക് ലേശം വെള്ളം ഒഴിക്കാം. നമുക്ക് വേവാനുള്ള വെള്ളം മതി. നമ്മുടെ എന്താ പറയുക, ക്യാരറ്റൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അതിന് ലേശം വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. നമുക്ക് എന്നാലേ ആ ക്യാരറ്റൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച നാളികേരം ഇടാണ്. ഇനി നമുക്കത് ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമുക്ക് നല്ല ഒരു നമ്മുടെ എന്താ പറയുക പടവലങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും കൂടെ ഉള്ള തോരനാണ്. ഓണത്തിനൊക്കെ നമുക്ക് ഓണക്കാലത്ത് ഇപ്പോൾ നമുക്ക് ഈ സദ്യക്കൊക്കെ നമുക്ക്
വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വിഭവമാണിത്. നിങ്ങൾ ഇതെല്ലാം വീട്ടിലുണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ മെസ്സേജുകളൊക്കെ പറയണം. എന്തായാലും നമുക്ക് അതിലേക്ക് ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കാം. നമുക്ക് ഇളക്കി നമുക്ക് പൊത്തി വെക്കാം. നമുക്ക് ഒന്ന് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാർന്ന് കിട്ടട്ടെ 2 മിനിറ്റ്. എന്തായാലും നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ പടവലങ്ങയും കൂടെയുള്ള തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തോരനാണിത്. ഓണക്കാലത്തൊക്കെ നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇനിയും ഒരിക്കൽ കൂടി നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും നാളെ മൂലം നാളെ തന്നെയാണ്. മൂലം നാളിൽ നമുക്ക് ഇനി നല്ലൊരു വിഭവമായി എത്താം. നന്ദി, നമസ്കാരം. ഏവർക്കും ഓണാശംസകളോടെ